ന്യായമോദവളാവകുണ്ടളവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാമനാഥ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. പുത്രകളത്രമിത്രാർത്ഥവിബോധി കൊണ്ടിത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേതി ജപിക്കില്ല എന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്തയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണമീശാനമാദ്യമത്യന്ത വിവർജിതം സർവത്ര. വന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാൽ കറിഞ്ഞിടാവൂ. മധ്യവിടംബനം ദേവാതിചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും. ത്വന്മാമയാപിഹിതാത്മാക്കൾ കാണുന്നത് ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാമാത്മാ ഭവാനവസ്ഥാന്തരേ. ദേവതിരന്മ
ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസലാഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പാഠ്യമാനായിട്ടിഹ മൈഥിലി വാക്യ സിദ്ധിക്കുന്നിതു ചിലർ സൃഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. ഓം അമൃതേശ്വരിയെ നമഃ. മോക്ഷപ്രദവും ജ്ഞാനദീപം പ്രസരിക്കുന്നതുമായ രാമായണത്തിലെ അതിവിശിഷ്ടമായ ഭാഗമാണ് സ്വയംപ്രഭാ ചരിതം. സ്വയംപ്രഭ ഒരു ധാർമ്മിക തപസ്വിനിയാണ്. ധർമ്മപരയും അഹിംസാപരയും ആത്മജ്ഞാനിയുമായിരുന്നു അവൾ. സീതാന്വേഷണ വേളയിൽ ഹനുമാനും മറ്റു വാനരാദികളും ദക്ഷിണ ദിക്കിലെ മലമേഖലയിൽ ഉണ്ടായിരുന്ന മായാഗുഹയിൽ എത്തിച്ചേരുന്നു. ആ ഗുഹയിൽ സ്വയംപ്രഭ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ഫലപുഷ്ടമായ വൃക്ഷങ്ങളാലും ജലപൂർണമായ തടാകങ്ങളാലും ശോഭയാർന്ന ആ ഗുഹയുടെ അധികാരിയാണ് അവൾ. ഹനുമാന്റെ ഉദ്ദേശം കേട്ട സ്വയംപ്രഭ തന്റെ തപസ്സിന്റെ ശക്തിയാൽ ഹനുമാനെയും കൂടെയുള്ളവരെയും ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നു. സീതാന്വേഷണാർത്ഥം ഇവിടെ എത്തിച്ചേർന്ന വാനരാദികളെ സൽക്കരിച്ചതിനാൽ താൻ വിഷ്ണുപദം പ്രാപിക്കുമെന്നോർത്ത് ആ തപസ്വിനി സന്തോഷിക്കുന്നു. ശ്രീരാമ സ്തോത്രങ്ങൾ ചൊല്ലി ഭഗവാനെ പ്രണമിക്കുന്നു. അടുത്ത ജന്മത്തിലും തനിക്ക് ഭഗവാനോട് ഉറച്ച ഭക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് സ്വയംപ്രഭയെ ശ്രീരാമദേവൻ അനുഗ്രഹിക്കുന്നു. ധർമ്മിഷ്ഠയും അഹിംസയിൽ അടിയുറച്ചവളും ആത്മജ്ഞാനിയുമായ സ്വയംപ്രഭ ഭക്തിയുടെ മൂർത്തിരൂപമായിരുന്നു. ഹനുമാന്റെ ദൗത്യസഫലതയ്ക്ക് അവളുടെ സഹായം വലിയ പ്രാധാന്യമുള്ളതാണ്. സ്വയംപ്രഭയിലൂടെ സ്ത്രീകളുടെ ആത്മവിശ്വാസവും ധാർമ്മിക ബോധവുമാണ് പ്രതിഫലിക്കുന്നത്. എല്ലാ ഭൗതിക വസ്തുക്കളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നവർക്ക് മുക്തി പ്രാപിക്കാൻ കഴിയുമെന്നും സ്വയംപ്രഭ നമ്മെ മനസ്സിലാക്കി തരുന്നു. ദുരിത നിവാരണത്തിന് സ്വയം പ്രഭാസ്തുതി കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്.